2 വർഷങ്ങൾക്ക് മുമ്പ് സമയം അർദ്ധരാത്രിയോടടുത്തു. സൈറൺ വിളിയോടെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലേക്ക് ഒരു ആംബുലൻസ് വന്നു നിന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോരയിൽ കുതിർന്ന 2 ശരീരങ്ങൾ പുറത്തേക്കെടുക്കുന്നു. കൂടെ കരഞ്ഞു തളർന്ന ദേഹത്താകെ ചോരയുമായി പേടിച്ച് വിറച്ചൊരു പെൺകുട്ടി. ഹോസ്പിറ്റൽ സ്റ്റാഫ് ആ സ്ട്രക്ചർ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ഓടുന്നു, കൂടെ അവളും. ആ ഓട്ടം അവസാനിക്കുന്നത് ICUവിന് മുന്നിലാണ്. അവളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞ് സ്റ്റാഫ് ICUവിനുള്ളിലേക്ക് പോകുന്നു. തളർച്ചയോടെ അവൾ അടുത്ത് കണ്ട കസേരയിലിരുന്നു. അല്പസമയത്തിന് ശേഷം ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന രോഗികളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഞാനാ ഡോക്ടർ. അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുട്ടി അവരുടെ ആരാ? എൻ്റെ അങ്കിളും ആൻറ്റിയുമാണ് ഡോക്ടർ. വേറെ ആരും കൂടെ ഇല്ലേ? ഇല്ല. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ തൻ്റെ പേര്? ശിവദ. സീമിത് ശിവദ. തൻ്റെ ആൻറ്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ബോധം വന്നാലുടനെ നമുക്ക് റൂമിലേക്ക് മാറ്റാം. പക്ഷേ അപ്പോൾ അങ്കിൾ കുറച്ച് ക്രിട്ടിക്കലാണ്. ഒരുപാട് ബ്ലഡ് ലോസായിട്ടുണ്ട്. പെട്ടെന്ന് AB നെഗറ്റീവ് ബ്ലഡ് വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്റ്റോക്കില്ല. എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ... ഇത്രയും കേട്ടതോടെ അവൾ കരയാൻ തുടങ്ങുന്നു. ഡോക്ടർ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്... താൻ കരയാതെ റിസപ്ഷനിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നവരുടെ നമ്പർ കിട്ടും. അതിലൊന്ന് വിളിച്ചു നോക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് ബ്ലഡ് വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ... താൻ ചെല്ല്, ഞാൻ വിളിച്ച് പറയാം. കൂടെ ഞാനും അന്വേഷിക്കാം. ഇയാൾ ടെൻഷൻ ആവണ്ട. റിസപ്ഷൻ. ICUവിലെ പേഷ്യൻ്റെ റിലേറ്റീവ് അല്ലേ? ഡോക്ടർ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ നമ്പറിലൊക്കെ വിളിച്ച് നോക്ക്. ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. താൻ പേടിക്കണ്ട, ഞാനും ട്രൈ ചെയ്ത് നോക്കാം. ശിവ ഓരോ നമ്പറിലായി വിളിച്ച് നോക്കുന്നു. ഒന്നും കണക്റ്റ് ആവുന്നില്ല. അവസാനം ഒരു നമ്പർ ട്രൈ ചെയ്യുന്നു. ഈശ്വരാ, ഇതെങ്കിലും എടുക്കണേ. ലാസ്റ്റ് റിങ്ങിൽ കോൾ ആരോ എടുക്കുന്നു. ഉറക്കത്തിൽ നിന്നും എന്ന പോലെ ഒരു ഹലോ കേൾക്കുന്നു. ഹലോ, ഇത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ നമ്പറല്ലേ? എൻ്റെ അങ്കിളിന് ആക്സിഡൻ്റായി. ഇവിടെ സിറ്റി ഹോസ്പിറ്റൽ ICUവിലാണ്. എത്രയും പെട്ടെന്ന് AB നെഗറ്റീവ് ബ്ലഡ് വേണം. ഒന്ന് വരുമോ പ്ലീസ്? ഇത് കേട്ടതോടെ അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഈ അവൾ ആരാന്നല്ലേ? ജാനിക. നമുക്ക് ജാനി എന്ന് വിളിക്കാം. ബാക്കിയൊക്കെ വഴിയെ പറയാം. അയ്യോ, ഞാനിപ്പോൾ അവിടെ ഇല്ല. എൻ്റെ നാട്ടിലാണ്. ഏത് ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞേ? അത് സിറ്റി ഹോസ്പിറ്റൽ. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ നമ്പറിൽ ട്രൈ ചെയ്തു. ലാസ്റ്റ് കിട്ടിയ നമ്പറാണിത്. ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു റേഞ്ച് കിട്ടുന്നില്ല. എനിക്ക് ആകെ പേടിയാകുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വൈകുന്ന ഓരോ നിമിഷവും എൻ്റെ അങ്കിൾ... പിന്നീട് ഫോണിലൂടെ കേൾക്കുന്നത് കരച്ചിലാണ്. താൻ കരയാതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഞാൻ അവനെ വിളിച്ച് പറയാം. അവൻ ബ്ലഡ് അറേഞ്ച് ചെയ്ത് തരും. താൻ ഒറ്റയ്ക്കാണോ? കൂടെ ആരുമില്ലേ? കൂടെ ആരുമില്ല. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യും കാലം വിറയ്ക്കുക. എനിക്കിത് പറയാൻ പോലും ആരുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? താനിങ്ങനെ ടെൻഷൻ ആവാതെ. തനിക്കൂടെ എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? സ്ട്രോങ് ആയി നിൽക്കടോ. ഞാനുണ്ട് തൻ്റെ കൂടെ. താൻ കോള് കട്ട് ചെയ്തു. ഞാൻ അവനെ വിളിച്ച് പറയട്ടെ. എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം. ശരി, ഉറപ്പായും വിളിക്കണേ. വിളിക്കാം, ഉറപ്പ്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഇത് തികച്ചും ഭാവന മാത്രമാണ്. അവരെ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്താൻ കണ്ടുപിടിച്ചൊരു മാർഗം മാത്രം. ഇനിയാണ് ശരിക്കുള്ള കഥ. ശിവയുടെയും അവളുടെ ജാനിയുടെയും കഥ.